ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂടിയാട്ടത്തെ പറ്റിയാണ്. അപ്പോൾ കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടക അവതരണമാണ് കൂടിയാട്ടം. കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടക അവതരണമാണ് കൂടിയാട്ടം. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. അപ്പം കൂടിയാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ സംസ്കൃതം അല്ലെങ്കിൽ നാടകം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം അത് കൂടിയാട്ടമായിരിക്കും. അപ്പോൾ കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടക അവതരണം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. ഏറ്റവും പഴക്കമേറിയ അഭിനയ സമ്പ്രദായം എന്നും കൂടിയാട്ടത്തെ പറയുന്നു. ഏറ്റവും പഴക്കമേറിയ അഭിനയ സമ്പ്രദായമാണ് കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ആണ് കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അതെന്നാണ് 2001. അപ്പോൾ കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടക അവതരണമാണ് കൂടിയാട്ടം. അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം, ഏറ്റവും പഴക്കമേറിയ അഭിനയ സമ്പ്രദായം, യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ആണ് കൂടിയാട്ടം. അപ്പോൾ 2001 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നത് കൂടിയാട്ടം. അടുത്തത്, ഒന്നിൽ കൂടുതൽ ചാക്യാന്മാർ ചേർന്നുള്ള സംസ്കൃത നാടക അവതരണമാണ് കൂടിയാട്ടത്തിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചാക്യാന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ല്, ക്രിയ ചവിട്ടുക എന്നിവ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം കൂടിയാട്ടമാണ്. അപ്പോൾ ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ, ക്രിയ ചവിട്ടുക ഇങ്ങനെയൊക്കെ പറയുന്നത് ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൂടിയാട്ടമാണ്. ഇനി കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. മിഴാവ് വായിക്കുന്ന ആളെ മിഴാവച്ചൻ എന്ന് വിളിക്കുന്നു. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് യുനെസ്കോയിൽ നമ്മൾ കൂടിയാട്ടത്തെ പറയുന്നു. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം ആണെന്ത് കൂടിയാട്ടം. യുനെസ്കോ ആണ് പറഞ്ഞിരിക്കുന്നത്. അഭിനയത്തിൻ്റെ അമ്മ എന്നും കൂടിയാട്ടത്തെ പറയുന്നു. കലകളുടെ മുത്തശ്ശി എന്നും പറയുന്നു. അപ്പം കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് വായിക്കുന്ന ആൾ മിഴാവച്ചൻ. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് യുനെസ്കോ പറഞ്ഞിരിക്കുന്ന കലാരൂപമാണ് ഇത് കൂടിയാട്ടം. അഭിനയത്തിൻ്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ പറയുന്നതും കൂടിയാട്ടത്തിൻ്റെ വിശേഷണങ്ങളാണ്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ടിവരുന്നത് 41 ദിവസമാണ്. അപ്പോൾ പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കണമെങ്കിൽ 41 ദിവസമാണ് വേണ്ടിവരുന്നത്. അവതരിപ്പിക്കുന്നത് ചാക്യാർ, നങ്ങ്യാർ എന്ന ആളുകളാണ്. അപ്പോൾ അവതരിപ്പിക്കുന്നത് ചാക്യാർ, നങ്ങ്യാറാണ്. ചാക്യാർ എന്ന് പറയുന്നത് പുരുഷ കഥാപാത്രവും നങ്ങ്യാർ എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രവുമാണ്. അപ്പോൾ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാറാണ്. പുരുഷ കഥാപാത്രത്തെ നമ്മൾ ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രത്തെ നങ്ങ്യാർ എന്നും പറയുന്നു. അപ്പോൾ ചാക്യാരും നങ്ങ്യാറുമാണ് ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ. കാരണം നമ്മൾ പറഞ്ഞു കൂടിയാട്ടം എങ്ങനെയാണ് സംസ്കൃത നാടകരൂപമാണ്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അപ്പോൾ പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ടിവരുന്ന എത്ര ദിവസമാണ്? 41 ദിവസമാണ്. അവതരിപ്പിക്കുന്നത് ചാക്യാർ, നങ്ങ്യാറാണ്. ചാക്യാർ എന്ന് പറഞ്ഞ പുരുഷ കഥാപാത്രം, നങ്ങ്യാർ എന്ന് പറഞ്ഞ സ്ത്രീ കഥാപാത്രം. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അടുത്തത്, സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ്. അവരെയാണ് നമ്മൾ നങ്ങ്യാർ എന്ന് പറയുന്നത്. നങ്ങ്യാന്മാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത്. നങ്ങ്യാന്മാർ മാത്രമായി നടത്തുന്ന കൂത്തിനെ നമ്മൾ നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്നു. കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? പ്രാകൃതം ഭാഷയിലാണ് കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷങ്ങൾ സംസാരിക്കുന്നത്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. ഇതാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. വർഷം തോറും കൂടിയാട്ട അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുട, വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ. അപ്പം വർഷം തോറും കൂടിയാട്ടത്തെ അവതരിപ്പിക്കുന്ന കേരളത്തിലെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാണ് കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലെ, അതുപോലെ വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂരിലെ. അപ്പോൾ കൂടിയാട്ടത്തിൻ്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന
ആണ് മാർഗി എന്ന് പറയുന്നു. അപ്പം നമ്മളോട് ചോദിക്കും ചിലപ്പം കഥകളിയുടെ പുനരുദ്ധാരണത്തിന് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടന എന്ന് ചോദിക്കാം, ചിലപ്പോൾ കൂടിയാട്ടത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന് ചോദിക്കാം, ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചോദിക്കാം. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന് ചോദിച്ചാലും നമ്മളെന്ത് പറയും? മാർഗിയാണ് അതിനുത്തരം. അപ്പോൾ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി. അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരു മാണി മാധവ ചാക്യാരാണ്. മണി എന്ന് പറയും, മാണി എന്നാണ്. മാണി മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത്. അപ്പം കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചതാണ് ഗുരു മാണി മാധവ ചാക്യാരാണ്. അടുത്തത്, കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. അപ്പം കണ്ടോ, മാണി മാധവ ചാക്യാരാണ് നാട്യകൽപദ്രുമം രചിച്ചത്. അപ്പം കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിച്ച ഒരു ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്നത്. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ഈ നാട്യകൽപദ്രുമം. അപ്പം എന്നാണ് നാട്യകൽപദ്രുമത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1975. ആരാണ് ഈ കൃതി രചിച്ചത്? മാണി മാധവ ചാക്യാരാണ്. ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രം എന്ന് പറയുന്നത് മാണി മാധവീയമാണ്. അപ്പോൾ ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം എന്ന് പറയുന്നത്. പ്രധാന കൂടിയാട്ട കലാകാരന്മാരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മാണി മാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന കൂടിയാട്ട കലാകാരന്മാരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മാണി മാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ എന്ന് പറയുന്നത്. ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം. അപ്പോൾ പ്രധാന കൂടിയാട്ട കലാകാരന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മാണി മാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ. അടുത്തത്, ചാക്യാർ നമ്പ്യാർ സമുദായ അംഗമല്ലാത്ത ഒരാൾക്ക് ആദ്യമായി കൂടിയാട്ടം പഠിപ്പിച്ചത് ആരാണ്? അപ്പോൾ നമുക്കറിയാം നമ്പ്യാർ ചാക്യാർ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടിയാട്ടം എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലല്ലാത്ത ചാക്യാർ നമ്പ്യാർ അംഗമല്ലാത്ത ഒരാൾക്ക് ആദ്യമായിട്ട് കൂടിയാട്ടം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഗുരു മാണി മാധവ ചാക്യാരാണ്. അതെന്ന് പറയുന്നത് പോളണ്ടിൽ നിന്നുള്ള വാഴ്സോ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായ ക്രിസ്റ്റഫർ ബൈർസ്കിക്കാണ് ആര് പഠിപ്പിച്ചു കൊടുത്തത്? ഗുരു മാണി മാധവ ചാക്യാർ കൂടിയാട്ടം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം ബനാറസ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് 1960കളിൽ പഠിച്ചു. അപ്പം മാണി മാധവ ചാക്യാർ അടുത്ത് വന്ന് ആര് പഠിച്ചു? ക്രിസ്റ്റഫർ ബൈസർക്കി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു? കൂടിയാട്ടം പഠിക്കാനിടയായി. ഇനി അമ്മന്നൂർ മാധവ ചാക്യാരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അമ്മന്നൂർ മാധവ ചാക്യാർക്ക് അടുത്തത് അമ്മന്നൂർ മാധവ ചാക്യാരെക്കുറിച്ചാണ് പറയുന്നത്. പത്മശ്രീ 1981 ലഭിച്ചു. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് 1990 ലഭിക്കുന്നു. യുനെസ്കോ പ്രശസ്തി പത്രം 2001 ലഭിച്ചു. പത്മഭൂഷൺ 2002 ലഭിക്കുന്നു. കണ്ണൂർ സർവകലാശാല ഇദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. കാളിദാസ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2008 അന്തരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. പത്മശ്രീ 1981 ലഭിച്ചു. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് 1990 ലഭിക്കുന്നു. യുനെസ്കോ പ്രശസ്തി പത്രം 2001 ലഭിച്ചു. പത്മഭൂഷൺ 2002. കണ്ണൂർ സർവകലാശാല ഇദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. കാളിദാസ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2008 ഇദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ അമ്മന്നൂർ മാധവ ചാക്യാരെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അമ്മന്നൂർ മാധവ ചാക്യാർക്ക് പത്മശ്രീ 1981 കിട്ടി. പത്മഭൂഷൺ 2002, പ്രശസ്തി പത്രം 2001 കിട്ടുന്നു. അതുപോലെ തന്നെ ഫെലോഷിപ്പ് 1990. അപ്പോൾ മാണി മാധവ ചാക്യാർ എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള പ്രശസ്ത രംഗകലാകാരനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. മഹാനായ ചാക്യാർ കൂത്ത് കലാകാരനും കൂടിയാട്ട കലാകാരനും കലകളിലെ സമീപകാലത്തെ ഏറ്റവും വിശാരദനായ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. ചാക്യാർ കൂത്തും കൂടിയാട്ടവും പാരമ്പര്യ രീതിയിൽ അദ്ദേഹം അഭ്യസിച്ചു. അപ്പം മാണി മാധവ ചാക്യാർ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ ഒരു കലാകാരനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. ചാക്യാർ കൂത്ത് കലാകാരനും കൂടിയാട്ട കലാകാരനും കലകളിലെ സമീപകാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ചാക്യാർ കൂത്തും കൂടിയാട്ടവും
പാരമ്പര്യ രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്ത് അഭ്യസിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിൻ്റെ ശാസ്ത്രത്തിലും അവതരണത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം മികച്ചതായിരുന്നു. അഭിനയത്തിൻ്റെ ചക്രവർത്തിയായി അദ്ദേഹം അറിയപ്പെട്ടു. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരനായി അദ്ദേഹം അറിയപ്പെടുന്നു. ലോകത്തിലെ മഹാനായ കണ്ണുകളുടെ മാന്ത്രികൻ എന്നും വിശേഷിപ്പിച്ചു. അപ്പം കൂടിയാട്ടത്തിൻ്റെ ശാസ്ത്രീയത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ അവഗാഹം അദ്ദേഹത്തിന് എന്തായി മികച്ചതായിരുന്നു. അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ആരാണ്? മാണി മാധവ ചാക്യാർ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ ലോകത്തിലെ മഹാനായ കണ്ണുകളുടെ മാന്ത്രികൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അടുത്തത്, ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ നിന്നും കൂടിയാട്ടത്തെയും ചാക്യാർ കൂത്തിനെയും പുറത്തു കൊണ്ടുവന്നത് മാണി മാധവ ചാക്യാരാണ്. അപ്പോൾ മാണി മാധവ ചാക്യാരാണ് എന്ത് ചെയ്തത്? ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ നിന്നും കൂടിയാട്ടത്തെയും ചാക്യാർ കൂത്തിനെയും ഒക്കെ പുറത്ത് ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? മാണി മാധവ ചാക്യാരാണ്. കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ കൂടിയാട്ടം അവതരണം മദ്രാസിലാണ്. 1962 അദ്ദേഹത്തിൻ്റെ സംഘം അവതരിപ്പിച്ചു. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ കൂടിയാട്ടം അവതരണം മദ്രാസിലാണ് 1962 അദ്ദേഹത്തിൻ്റെ സംഘം അവതരിപ്പിച്ചത്. കൂടിയാട്ടത്തെക്കുറിച്ച് അദ്ദേഹം രചിച്ച നാട്യകൽപദ്രുമം എന്ന പുസ്തകം 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കി. അപ്പോൾ നാട്യകൽപദ്രുമത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1975. അപ്പോൾ കൂടിയാട്ടത്തെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണെന്ത്? നാട്യകൽപദ്രുമം എന്ന് പറയുന്നത്. അടുത്തത്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് മാണി മാധവീയമാണ്. നമ്മൾ പറഞ്ഞു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് എന്ത് പറയുന്നത്? മാണി മാധവീയം എന്ന് പറയുന്നത്. ഈ പ്രധാന പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് പത്മശ്രീ 1974 ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1975 ലഭിക്കുന്നു. അത് നാട്യകൽപദ്രുമം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് 1976 ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് 1976 ലഭിക്കുന്നു. ഇന്ത്യ സർക്കാരിൻ്റെ എമിറേറ്റ്സ് ഫെലോഷിപ്പ് 1982 ലഭിക്കുന്നു. കാളിദാസ അക്കാദമി ഫെലോഷിപ്പ് 1982 ലഭിച്ചു. കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് 1983 ലഭിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യനാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. അത് കറക്റ്റാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. അത് കറക്റ്റാണ്. 1974 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അതും കറക്റ്റാണ്. അപ്പോൾ കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ അത് ആദ്യത്തെ കറക്റ്റാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇത് 3 കറക്റ്റാണ്. അപ്പം 1, 2, 3 കറക്റ്റായിട്ടുള്ള ആൻസർ. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം മാണി മാധവ ചാക്യാരല്ല രചിച്ചത്. ആരാണെന്ന് നോക്കാം. ഛത്രവും ചാമരവും എന്ന ഗ്രന്ഥം രചിച്ചത് എം.പി. ശങ്കുണ്ണി നായർ എന്ന കലാകാരനാണ് എന്ത് ചെയ്തത്? ഛത്രവും ചാമരവും എന്ന ഗ്രന്ഥം രചിച്ചത്. 1990 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതി നേടിയിട്ടുണ്ട്. കാളിദാസ കൃതികളെക്കുറിച്ചുള്ള പഠനമാണ് ഈ ഗ്രന്ഥത്തെ പ്രതിപാദിക്കുന്ന വിഷയം. അപ്പം ഛത്രവും ചാമരവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? എം.പി. ശങ്കുണ്ണി നായരാണ്. 1990 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതി നേടിയിട്ടുണ്ട്. കാളിദാസ കൃതികളെക്കുറിച്ചുള്ള പഠനമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാന വിഷയം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്.